നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഫിസിക്സിൽ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന്, ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് നമുക്കൊരു സയൻറ്റിഫിക് മെത്തേഡ് ഉണ്ടെന്ന്. എന്തൊക്കെയാണ് ആ സയൻറ്റിഫിക് മെത്തേഡിൻ്റെ സ്റ്റെപ്സ്? ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ടായിരിക്കണം ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന്, ഒരു ലോ കണ്ടുപിടിക്കുന്നതിന്. ഏത് നാച്ചുറൽ ഫിനോമിന നമ്മളതൊരു എക്സ്പെരിമെൻ്റ്, ഒരു ഒബ്സർവേഷൻ, ഒരു തിയറി ആയിട്ട് ഫോമുലേറ്റ് ചെയ്യുന്നതിന് നമുക്കൊരു സിസ്റ്റമാറ്റിക് സ്റ്റെപ്സ് ഉണ്ടായിരിക്കണം. ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. നമ്മളിത് നേരത്തെ പറഞ്ഞാണ്. ഏതൊരു നാച്ചുറൽ ഫിനോമിന, എനിത്തിങ് എന്തോ ആയിക്കോട്ടെ, നാച്ചുറൽ ഫിനോമിന തന്നെ വേണമെന്നില്ല, എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്. നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നമുക്കതിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെൻറ്റ്സ് വേണം. അത് നമ്മൾ തന്നെ ലബോറട്ടറിയിൽ കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഒബ്സർവേഷനെ ബേസ് ചെയ്ത് അതുപോലത്തെ എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ദാറ്റ്സ് കാൾഡ് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ്. ദെൻ വാട്ട്സ് ദ തേർഡ് സ്റ്റെപ്പ്? ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റീസണിങ്. ഇനി നമുക്കിതിനൊക്കെ ഓരോ റീസൺസ്, കുറേ ഡേറ്റ അനലൈസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കുറേ എക്സ്പെരിമെൻറ്റ്സ് നടത്തി. ഇനി നമുക്ക് കിട്ടാവുന്ന ഡേറ്റ മൊത്തം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസും മറ്റു കാര്യങ്ങളും റിലേഷൻസ് എല്ലാം കണക്ട് ചെയ്ത് ഇതിൻ്റെ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യണം, ഡേറ്റ എല്ലാം കളക്ട് ചെയ്യണം. ദാറ്റ് മേ ബി വാലിഡ് ഓർ ഇൻവാലിഡ്. ഡേറ്റ വാലിഡ് ആവാം, ഇൻവാലിഡ് ആവാം. അതിൻ്റെ സപ്പോർട്ടോടുകൂടിയേ നമുക്ക് ഈ കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് സ്റ്റെപ്പ് ഈസ് കാൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റീസണിങ്. ദെൻ വാട്ട് അബൌട്ട് ദ ഫോർ സ്റ്റെപ്സ്? മാത്തമാറ്റിക്കൽ മോഡലിംഗ്. അപ്പോഴാണ് നമ്മളൊരു ഫൈനൽ ഫോർമുലേഷനിലേക്ക് വരുന്നത്. ഇനി നമ്മൾ കണ്ടെത്തിയ ഡേറ്റയും റിലേഷൻസും ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് നടത്തണം, ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യണം, അല്ലെ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് കൺക്ലൂഷനിലേക്ക് വരുവാണ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആൻഡ് ഫോൾസിഫിക്കേഷൻ. ഫസ്റ്റ് പാർട്ട് എന്താ? വെരിഫിക്കേഷൻ. അത് നമ്മൾ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, ബാക്കി എല്ലാവരും കൂടെ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഈ കണ്ടെത്തിയ കാര്യം വെരിഫൈ ചെയ്യണം, ഈ ലോകം മൊത്തം അത് അക്സെപ്റ്റ് ചെയ്യണം. സോ നമുക്കൊരു പുതിയ തിയറി കണ്ടെത്തിയെന്ന് പറയാം. ദെൻ വാട്ട് ഈസ് ഫാൾസിഫിക്കേഷൻ? തെറ്റാന്ന് പറയാം. ഇതിനകത്ത് രണ്ട് വശമുണ്ട്. ഒന്ന് നമ്മൾ കണ്ടുപിടിച്ചപ്പോഴേ തെറ്റാന്ന് പറയാം. രണ്ട് നമ്മളിത് വെരിഫൈ ചെയ്ത് എല്ലാവരും അംഗീകരിച്ചു. വർഷങ്ങളോളം ഇതൊരു ട്രൂത്തായിട്ട്, ഒരു കൺസെപ്റ്റായിട്ട് നിന്നിട്ട് പിന്നീടൊരു പുതിയ തിയറം വരുമ്പം അതെന്തായിട്ട് മാറാം? തെറ്റായിട്ട് മാറാം, ഫോൾസായിട്ട് മാറാം. എനിവേ, ഇതാണ് നമ്മുടെ സ്റ്റെപ്സ്. Systematic observation, controlled experiments, qualitative and quantitative reasoning, mathematical modeling, verification or falsification of theories. These are the steps of scientific approach. നമുക്ക് വെറുതെ ഒന്ന് ന്യൂട്ടൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ചില്ലേ? ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ ഇക്വേഷൻ. ഫോഴ്സ് 9th പഠിച്ചിട്ടുണ്ടോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ F=gmm/r² എന്ന് പറയുന്നൊരു ഇക്വേഷൻ. ഓക്കെ, ജസ്റ്റ് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്ലസ് 1 പഠിക്കും, പേടിക്കൊന്നും വേണ്ട. എനിവേ, ആ ന്യൂട്ടൻ്റെ കണ്ടെത്തൽ നമുക്ക് ഈ സ്റ്റെപ്പ് വെച്ചൊന്ന് പറഞ്ഞു നോക്കിയാൽ വെറുതെ ഒന്ന്. ഫസ്റ്റ് നമുക്കറിയാവുന്ന കാര്യം, ന്യൂട്ടൻ ആപ്പിളിൻ്റെ ചവിട്ടി പോരുന്ന് ചായ കുടിച്ച് ആപ്പിൾ വന്ന് തലയിൽ വീണു. നമ്മളായിരുന്നെങ്കിൽ ആപ്പിൾ കൂടെ തിന്നേരം ചായ കൂടെ, അല്ലേ? ഓക്കെ, എനിവേ ന്യൂട്ടൻ അത് ചെയ്തില്ല. ദാറ്റ്സ് കാൾഡ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. അയാളത് ഒബ്സർവ് ചെയ്തു, അയാൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു, പലവട്ടം പല കാര്യങ്ങൾ അയാൾ അതിനെക്കുറിച്ച്, അതായത് അതെന്തുകൊണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോയില്ല, സൈഡിലോട്ട് പോയില്ല, മുകളിലേക്ക് പോയില്ല, താഴേക്ക് തന്നെ പോയി. സെയിം ഫിനോമിന അയാൾ ഒബ്സർവ് ചെയ്തു. അതിനാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ്, ഒബ്സർവേഷൻ. ദാറ്റ്സ് കാൾഡ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. അയാൾ അപ്പോൾ ഒബ്സർവ് ചെയ്തു. ദെൻ കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്. അയാളുടെ ഒബ്സർവേഷൻ, അതായത് ആപ്പിൾ നേരെ താഴേക്ക് വീണു. അയാൾ ലാബോറട്ടറിയിൽ അതുപോലത്തെ വേറെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കി. ഒരു പക്ഷേ കല്ലെടുത്ത് എറിഞ്ഞായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ ആൾക്കൊരു കൺക്ലൂഷൻ കിട്ടണമല്ലോ, ഈ ആരാണ് അതിനെ താഴേക്ക് കൊണ്ടുവന്നത്? ദർ മേ ബി അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സാണ് അതിനെ താഴേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഫോഴ്സ് എന്തിനെയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അത് എക്സ്പെരിമെൻറ്റിലേക്ക് വരാൻ പറ്റൂ. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എക്സ്പെരിമെൻറ്റുമായിട്ട് ഇത് നമ്മൾ ലാബോറട്ടറികളിൽ നടത്തണം. ദാറ്റ്സ് എ സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ തേർഡ് സ്റ്റെപ്പ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. നമ്മൾ ഈ കണ്ട എക്സ്പെരിമെൻറ്റ്സിൻ്റെ റീസൺസ് ബേസ്ഡ് ഓൺ റിലവൻ്റ് ഡേറ്റ. റിലവൻ്റ് ഡേറ്റ എന്ന് പറയുമ്പോൾ അത് വാലിഡ് ആവാം, ഇൻവാലിഡ് ആവാം. ഇപ്പോൾ നമ്മളെല്ലാം ശരി തന്നെ കണ്ടുപിടിക്കണമെന്നില്ലല്ലോ, തെറ്റായിട്ടുള്ള ഡേറ്റ ആവാം. പക്ഷേ ഇതിനെല്ലാം എന്ത് ചെയ്യണം? കൺക്ലൂഡ് ചെയ്യണം. ഇവിടെയാണ് ഇപ്പോൾ ഫോഴ്സാണ് ആര് കണ്ടുപിടിച്ചത്, ഇപ്പോൾ ഇതിനൊരു റീസൺ എന്താണ്, കൺട്രോൾ എക്സ്പെരിമെൻറ്റിൽ അയാൾ കൺക്ലൂഡ് ചെയ്ത് ഫോഴ്സാണുള്ളത്. ഈ ഫോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാണ്, അത് ഈ ഡേറ്റ അനാലിസിസിൽ പറയണം.
ഇപ്പോൾ ആൾ കണ്ടെത്തിയ ഫോഴ്സിൽ കൺക്ലൂഡ് ചെയ്തത് ഇത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഈ കാറ്റഗറിയിൽ വരും. ദെൻ ദ നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. ഇതിനെ എല്ലാത്തിനെയും കൂടെ ഫോർമുലേറ്റ് ചെയ്ത് ഒരു മാത്തമാറ്റിക്കൽ കൺക്ലൂഷൻ എത്തണം. എന്തായിരുന്നു അവരുടെ മാത്തമാറ്റിക്കൽ കൺക്ലൂഷൻ? ഈ റീസണിങ്ങിനകത്തുനിന്ന് തന്നെ അയാൾ പറഞ്ഞു മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെൻ മാത്തമാറ്റിക്കലി ഹി കൺക്ലൂഡഡ് ആസ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മാസസ്, എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, ആൻഡ് ജനറലി ഹി കൺക്ലൂഡഡ് ആസ് എഫ് ഈസ് ഈക്വൽ ടു gm1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. അങ്ങനെ ഒരു ഫേമസ് ഫോർമുല അവിടെ ഡിറൈവ് ചെയ്യും, എഫ് ഈസ് ഈക്വൽ ടു gm1 ബൈ r സ്ക്വയർ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. വെരിഫൈ ചെയ്തു, ദെൻ അതിനൊരു അംഗീകാരം കിട്ടി, ഒരു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റായിട്ട് മാറി. വർഷങ്ങളോളം ഒരു ഫേമസ് തിയറി ആയിട്ട്, നൂറ്റാണ്ടുകളോളം, 1600കളിലാണ് 600 കാലഘട്ടത്തിൽ ന്യൂട്ടൺ ഇത് കണ്ടുപിടിച്ചു. നൂറ്റാണ്ടുകളോളം ഇത് ഫേമസ് കൺസെപ്റ്റായിരുന്നു, ഫേമസ് തിയറി ആയിരുന്നു. ഇവിടെ തന്നെ നമുക്ക് അടുത്ത ടോപ്പിക്കൂടെ കൺക്ലൂഡ് ചെയ്യാം, ഫാൾസിഫിക്കേഷൻ. കുറേ കഴിഞ്ഞിട്ട് ക്വാണ്ടം ഫിസിക്സ് ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ, ക്വാണ്ടം ഫിസിക്സിൻ്റെ ലെവലിലേക്ക്, ക്വാണ്ടം ലെവലിലേക്ക് വന്നപ്പം ഇത് ഫെയിലായി. അവിടെ ഇത് വാലിഡ് അല്ലാതായി. അപ്പോൾ നമുക്കതൊരു യൂണിവേഴ്സലി എല്ലായിടവും വാലിഡ് ആവുന്ന ഒരു കൺസെപ്റ്റായിട്ട് പറയാൻ പറ്റാതെ വന്നു. ഈ ഒരു അപ്രോച്ചിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ അതിന് വാലിഡിറ്റി ഇല്ലാതായി. ദാറ്റ് ഈസ് കാൾഡ് ഫാൾസിഫിക്കേഷൻ. നൂറ്റാണ്ടുകളോളം ശരിയായിട്ട് നിന്ന്, പക്ഷേ ഒരു കൺസെപ്റ്റ്, പുതിയൊരു കൺസെപ്റ്റ് ക്വാണ്ടം ഫിസിക്സിലേക്ക് വന്നപ്പം അവിടെ അതിനകത്ത് ഒരു എന്താണ് ഫൈനൽ എക്സാക്ട്ലി കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ദാറ്റ് ഈസ് കോൾഡ് ഫാൾസിഫിക്കേഷൻ. ഇപ്പോൾ ഈ സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് മെത്തേഡ്സിനകത്തുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി? ദിസ് ദ അപ്രോച്ച്. നെക്സ്റ്റ് വി നീഡ് ടു ഡിസ്കസ് ദ സ്കോപ്പ് ഓഫ് ഫിസിക്സ്. ബിഫോർ ഡീലിംഗ് വിത്ത് ദ സ്കോപ്പ് ഓഫ് ഫിസിക്സ് വി ജസ്റ്റ് നോ അബൌട്ട് 2 പ്രിൻസിപ്പൽ ത്രസ്റ്റ് ഇൻ ഫിസിക്സ്. നമ്മളിപ്പോൾ ഓൾറെഡി ഫിസിക്സിൽ എങ്ങനെയാണ് ഒരു സയൻറ്റിഫിക് അപ്രോച്ച്, ഒരു തിയറം ഉണ്ടാക്കുന്നതിനകത്തുനിന്ന് നമ്മളിപ്പോൾ കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അനലൈസ് ചെയ്തു. അടുത്ത ഒരു കൺസെപ്റ്റാണ് അതിനകത്ത് യൂണിഫിക്കേഷൻ. വാട്ട് ഈസ് യൂണിഫിക്കേഷൻ? കുറേ ചെറിയ ചെറിയ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ലോസ്, അതെല്ലാം കൂടെ ഒരു സിംഗിൾ തിയറത്തിലേക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇപ്പോൾ ആപ്പിൾ താഴോട്ട് വീഴുന്ന കേസ് പറഞ്ഞു. വാട്ട്സ് ദ എക്സ്പ്ലനേഷൻ? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എർത്ത് സണ്ണിന് ചുറ്റും അല്ലെങ്കിൽ എല്ലാ പ്ലാനറ്റ്സും സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. വാട്ട്സ് ദ റീസൺ? ഗ്രാവിറ്റേഷൻ. മൂൺ സണ്ണിന് ചുറ്റും എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. വാട്ട്സ് ദ റീസൺ? ഗ്രാവിറ്റേഷൻ. അപ്പോൾ കുറേ കാര്യങ്ങൾ, കുറേ ചെറിയ ചെറിയ തിയറംസ്, ഒബ്സർവേഷൻസ്, അതിൻ്റെ എല്ലാം കൺക്ലൂഷൻ ഒരിടത്തെത്തിക്കുക. ദാറ്റ് ഈസ് കാൾഡ് യൂണിഫിക്കേഷൻ. ഇത് നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നതാണ്, എല്ലാ ഇതിലും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഗ്രാവിറ്റേഷൻ്റെ കേസ് പറഞ്ഞുള്ളൂ. അതിനാണ് യൂണിഫിക്കേഷൻ. എല്ലായിടത്തും ഇത് ചെറിയ ചെറിയ തിയറംസ് കൊണ്ടുവന്നിട്ട് അതിനെ യൂണിഫൈ ചെയ്തെടുത്താൽ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പറയാം, ഡിഫറെൻറ്റ് ലോസ്. ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലോ നമ്മുടെ കയ്യിലുണ്ട്, അടുത്തൊരു ഡിഫറെൻറ്റ് ലോസ് ഉണ്ട്, അടുത്തൊരു ഡിഫറെൻറ്റ് ലോ ഉണ്ട്. ഈ ഡിഫറെൻറ്റ് ലോസ് എല്ലാം കൂടെ ചേർത്ത് ഒരു സിംഗിൾ തിയറമായിട്ട് കൊണ്ടുവരിക. ദാറ്റ്സ് എ കൺസെപ്റ്റ്, യൂണിഫിക്കേഷൻ. So we can say that in physics we try to explain the diverse physical phenomena in terms of few concepts and laws. അപ്പോൾ ഒരുപാട് ഫിനോമിന ഒരു ചെറിയ കൺസെപ്റ്റിൽ, ഒരു ചെറിയ ലോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് കാൾഡ് യൂണിഫിക്കേഷൻ. നെക്സ്റ്റ്, റിഡക്റ്റനിസം. അതതിൻ്റെ റിവേഴ്സ് കൺസെപ്റ്റാന്ന് പറയാം. അതായത് ഒരു സിംഗിൾ തിയറം, ആ സിംഗിൾ തിയറം ഡിഫറെൻറ്റ് ലോയിൽ നിന്ന് എത്തുക. ഇപ്പോൾ എൻ്റെ ഒരു ഡിഫറെൻറ്റ് ലോ ഉണ്ട്, അടുത്തൊരു ഡിഫറെൻറ്റ് ലോ ഉണ്ട്, അടുത്തൊരു ഡിഫറെൻറ്റ് ലോസ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ലോസിൽ നിന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ ഡിഫറെൻറ്റ് ലോസ് എല്ലാം കൂടെ ചേർത്ത് എന്താക്കി മാറ്റി, സിംഗിൾ സിസ്റ്റമായിട്ട്, അല്ലെ അതെല്ലാം ഒരു സിംഗിൾ സിസ്റ്റം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ തിരിച്ച് ഒരു ബൾക്ക് സിസ്റ്റം, ഒരു സിംഗിൾ സിസ്റ്റം, അത് എന്തിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ഡിഫറെൻറ്റ് ലോസിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് deriving the properties of a bigger or more complex system from the properties of its constituent particle. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കുക.
ആ കുറേ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പഠിച്ചിട്ട് അതിൽ നിന്ന് ഒരു ബിഗർ സിസ്റ്റത്തിലേക്ക് എത്തുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തെർമോഡൈനാമിക്സ്. 19th സെഞ്ച്വറിയിലാണ് നമ്മൾ തെർമോഡൈനാമിക്സ് പറയുന്ന ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ആ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, ആ ഒരു ബ്രാഞ്ച് ഉണ്ടാകുമ്പോൾ അതിനകത്തെ പ്രോപ്പർട്ടീസ്, ഇപ്പോൾ ടെമ്പറേച്ചർ, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, കുറേ പ്രോപ്പർട്ടീസ്, എൻട്രോപ്പി, നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന കുറേ പാരാമീറ്റേഴ്സ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു ബൾക്ക് അപ്രോച്ചിലേക്ക് വന്നത്. അപ്പോൾ എന്താ പറയുക, ഇൻ ദിസ് മെത്തേഡ് ഡിറൈവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ബിഗർ ഓർ മോർ കോംപ്ലക്സ് സിസ്റ്റം. എന്ത് തെർമോഡൈനാമിക്സ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഇറ്റ്സ് എ ബിഗർ കോംപ്ലക്സ് സിസ്റ്റം ഫ്രം ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. ഏത് ടെമ്പറേച്ചർ, ഇൻറ്റേർണൽ എനർജി, അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് നിന്ന് ഒരു വലിയൊരു തിയറത്തിലേക്ക് പോവുക. ആ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്, ആ രണ്ട് വേർഡ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദിസ് കാൾഡ് യൂണിഫിക്കേഷൻ, ഹിയർ ഇറ്റ് ഈസ് കാൾഡ് റിഡക്ഷനിസം. Then we can come back to our scope of physics. ഫിസിക്സിലെ സ്കോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, സ്കോപ്പ് ഓഫ് ഫിസിക്സ് വേണ്ടി നമ്മൾ 3 ഡൊമൈൻ പറയാറുണ്ട്. ഫിസിക്സിൽ നമുക്ക് പ്രധാനമായിട്ട് 3 ഡൊമൈൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മാക്രോസ്കോപ്പിക് ഡൊമൈൻ, സെക്കൻഡ് വൺ ഈസ് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ, ആൻഡ് തേർഡ് വൺ ഈസ് മീസോസ്കോപ്പിക് ഡൊമൈൻ. മൈക്രോസ്കോപ്പിക് ഡൊമൈൻ, ആ വേർഡ് തന്നെ നോക്കിയേ. എന്താ മൈക്രോ എന്ന് പറഞ്ഞാൽ? ബിഗ്. Big, it deals with the big things. It mainly includes terrestrial and astronomical scale. Terrestrial and astronomical scale. ഇതാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏത്? മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് മാക്രോസ്കോപ്പിക് അപ്രോച്ച് ആണെങ്കിൽ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ആൻഡ് ആസ്ട്രോണമിക്കൽ സ്കെയിൽ. ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ ഉൾപ്പെടുന്ന ടെറസ്ട്രിയൽ ഇവിടെയുള്ള ഓരോ ഒരു മാറ്ററിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു, ഒരു പാർട്ടിക്കിൾസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു. ദാറ്റ്സ് എ മാക്രോസ്കോപ്പിക് അപ്രോച്ച്. ബട്ട് എന്താ ആസ്ട്രോണമിക്കൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ സെലസ്റ്റിയൽ ഒബ്ജക്ട്സ്, സണ്ണ്, മൂണ്, ഗ്രാവിറ്റി, ആ ഒരു കൺസെപ്റ്റ് വെച്ച്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്ന ഒരു മാക്രോസ്കോപ്പിക് അപ്രോച്ച് നമ്മൾ ഫിസിക്സിൽ പറയുന്നു. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ഡൊമൈൻസ് ആയിട്ടാണ് അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് മാക്രോസ്കോപ്പിക് അപ്രോച്ച്, മൈക്രോസ്കോപ്പിക് അപ്രോച്ച്, അങ്ങനെ നമ്മൾ പറയാം. മാക്രോസ്കോപ്പിക്, മൈക്രോസ്കോപ്പിക്. അപ്പോൾ ഒരു ബിഗ് പാർട്ടിക്കിളിനെ അനലൈസ് ചെയ്യുന്നതിനാണ് മാക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും മൈക്രോസ്കോപ്പിക്? Micro means small. Small things. Small thing means the analysis in the scale of atom, nucleus, atom level, nuclear level, molecular level. ആ ലെവലിലുള്ള അനാലിസിസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൈക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. മൈക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അപ്പം മാക്രോസ്കോപ്പിക് ഡൊമൈൻ ഉണ്ട്. അപ്പോൾ ചെറിയ പാർട്ടിക്കിൾസിൻ്റെ അനാലിസിസ്, ദാറ്റ് അപ്രോച്ച് ഇസ് കാൾഡ് മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. ബിഗ് പാർട്ടിക്കിൾസിൻ്റെ അനാലിസിനെ നമ്മൾ മാക്രോസ്കോപ്പിക് അപ്രോച്ച് എന്ന് വിളിക്കും. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു കൺസെപ്റ്റാണ് മീസോസ്കോപ്പിക് ഡൊമൈൻ. ദിസ് ഡീൽസ് വിത്ത് ദ ഹൺഡ്രഡ്സ് ഓഫ് ഓർ തൗസൻഡ്സ് ഓഫ് ആറ്റംസ്. ഒരു ഹൺഡ്രഡ്സ് ഓഫ് ആറ്റംസ് ഓർ തൗസൻഡ്സ് ഓഫ് ആറ്റംസിനെ വെച്ചിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മീസോസ്കോപ്പിക് സ്റ്റഡി എന്ന് വിളിക്കുന്നത്, മീസോസ്കോപ്പിക് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൊമൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 തരത്തിലാണ് നമ്മൾ ഡൊമൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഡൊമൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മൾ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ, മാക്രോസ്കോപ്പിക് ഡൊമൈൻ, മൈക്രോസ്കോപ്പിക് ഡൊമൈൻ ആൻഡ് മീസോസ്കോപ്പിക് ഡൊമൈൻ. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു മാറ്റർ, നമ്മളൊരു ഒബ്ജക്റ്റ് നമുക്ക് മാറ്റർ എന്ന് പറയാം. ആ മാറ്റർ എന്ന് പറയുന്നതിനെ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മോളിക്യൂൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോളിക്യൂൾസ് വെച്ചിട്ടാണ്. ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, അല്ലേ? ആ ആറ്റം എന്ന് പറയുന്നതിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ്, അതിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഈ മാറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇതിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന അപ്രോച്ചാണ് മാക്രോസ്കോപ്പിക് അപ്രോച്ച്. അതായത് ഒരു മാറ്റർ, എൻ്റയർ മാറ്ററിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന അപ്രോച്ചിനെ വിളിക്കുന്ന പേരാണ് മാക്രോസ്കോപ്പിക്. അതിൽ താഴോട്ട് വരുമ്പം അതായത് മോളിക്കുലാർ ലെവൽ, ആറ്റം ലെവൽ, ന്യൂക്ലിയർ ലെവൽ, ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്ത് നമ്മൾ ഈ ഒരു അനാലിസിസ്, ഈ ഒരു കൈൻഡ് ഓഫ് അനാലിസിസ് നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. ഇത് രണ്ടിലും വരാത്ത ഹൺഡ്രഡ്സ് ഓഫ് ആറ്റംസ്, ആ ഒരു കാറ്റഗറി വരുന്ന ഡൊമൈനാണ് നമ്മൾ മീസോസ്കോപ്പിക് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഫിസിക്സിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഡൊമൈൻസ്, അപ്രോച്ചസ്. സ്കോപ്പ് ഓഫ് ഫിസിക്സിൽ നമ്മൾ പറയുന്ന അപ്രോച്ചസ്. അപ്പോൾ നമുക്ക് ഈ 2 രീതിയിലും ഫിസിക്സിനെ എന്ത് ചെയ്യാം? അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫിസിക്സിനെ തന്നെ 2 കാറ്റഗറി ആയിട്ട് പറയാം. ക്ലാസിക്കൽ ഫിസിക്സ്
ഒരു കാറ്റഗറിയാണ് ക്ലാസിക്കൽ ഫിസിക്സ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ക്വാണ്ടം ഫിസിക്സ്. ക്വാണ്ടം ഫിസിക്സ്, ഈ ക്വാണ്ടം ഫിസിക്സിനെയാണ് നമ്മൾ മോഡേൺ ഫിസിക്സ് എന്ന് വിളിക്കുന്നത്. മോഡേൺ ഫിസിക്സ്. ആക്ച്വലി ഈ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് ഇസ് എ കൈൻഡ് ഓഫ് മാക്രോസ്കോപ്പിക് അപ്രോച്ചാണ്. മാക്രോസ്കോപ്പിക് അപ്രോച്ച്. ക്ലാസിക്കൽ ഫിസിക്സ്, ഫിസിക്സിൻ്റെ 2 ബ്രാഞ്ചായിട്ട് നമുക്ക് ക്ലാസ് ചെയ്യാം. ക്ലാസിക്കൽ ഫിസിക്സ് ആൻഡ് ക്വാണ്ടം ഫിസിക്സ്. അതിൻ്റെ ഒരു പാർട്ടാണ് ക്ലാസിക്കൽ ഫിസിക്സ്. ഈ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ്സ് എ മാക്രോസ്കോപ്പിക്, ബിഗ് പാർട്ടിക്കിളിൻ്റെ അപ്രോച്ചാണ്. മാക്രോസ്കോപ്പിക് അപ്രോച്ചാണ്. അതിനകത്ത് വരുന്ന ബ്രാഞ്ചസ് ആണ് മെക്കാനിക്സ്. നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ടോപ്പിക് മെക്കാനിക്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും മെക്കാനിക്സിനാണല്ലോ വരുന്നത്. മെക്കാനിക്സ് ദാറ്റ്സ് എ സ്റ്റഡി ഓഫ് മാക്രോസ്കോപ്പിക്, ബിഗ് പാർട്ടിക്കിൾസ് വെച്ചുള്ള അപ്രോച്ചാണ്. അടുത്ത പറഞ്ഞ പറയുന്നതാണ് ഇലക്ട്രോ ഡൈനാമിക്, ഇലക്ട്രോ മാഗ്നറ്റിക്, ഇലക്ട്രോ ഡൈനാമിക്സ്. വി ക്യാൻ ജനറലി സേ ദാറ്റ് ഇലക്ട്രോ ഡൈനാമിക്. അതിനകത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ ആദ്യത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ 2 പാർട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിൽ 2 പാർട്ട് ഓഫ് ടെക്സ്റ്റ് ഉണ്ട്. അല്ല, സെക്കൻഡ് ഇയറിലെ ആദ്യത്തെ 2 പാർട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാ വരുന്നത്, ഇലക്ട്രോ ഡൈനാമിക്സ്. ദെൻ തേർഡ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ് ഇത് നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ ടെക്സ്റ്റ് പാർട്ട് 2 എന്ന് പറയുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് കൂടിയാണ്. ഇനി അടുത്ത വരുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ പാർട്ട് 2 വരുന്ന പാർട്ടാണ് തെർമോഡൈനാമിക്സ്. ഈ ബ്രാഞ്ചസ് എല്ലാം എവിടെയാണ് വരുന്നത്? ക്ലാസിക്കൽ ഫിസിക്സിനകത്താണ്. അപ്പോൾ ഫിസിക്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ക്ലാസിക്കൽ ഫിസിക്സ് ആൻഡ് മോഡേൺ ഫിസിക്സ് ഓർ ക്വാണ്ടം ഫിസിക്സ്. ക്ലാസിക്കൽ ഫിസിക്സ് ഇസ് ദ അപ്രോച്ച് ഓഫ് മാക്രോസ്കോപ്പിക് ഡൊമൈൻ ആൻഡ് ക്വാണ്ടം ഫിസിക്സ് ഇസ് ദ അപ്രോച്ച് ഓഫ് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ. അപ്പോൾ ഒരു മൈക്രോസ്കോപ്പിക് ഡൊമൈൻ അപ്രോച്ചാണ് എന്തെന്ന് പറയുന്നത്? ക്വാണ്ടം ഫിസിക്സ് എന്ന് വിളിക്കുന്നത്. സോ അല്ലെങ്കിൽ മോഡേൺ ഫിസിക്സ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്താണ് ആറ്റം ന്യൂക്ലിയർ ലെവൽ ഫിനോമിന വരുന്നത്. മോളിക്കുലർ ഫിനോമിന, ആറ്റം ഫിനോമിന, ന്യൂക്ലിയർ ഫിനോമിന, ഇതെല്ലാം ഈ കാറ്റഗറിക്കകത്ത് വരും. അപ്പോൾ ഫിസിക്സിലെ ഡൊമൈൻസ്, ഇമ്പോർട്ടൻറ്റ് ഡൊമൈൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സ്കോപ്പ് ഓഫ് ഫിസിക്സ് ആണ്. Actually, the scope of physics is wide range, very vast, wide range. It includes the tremendous range of physical quantities like mass, length and time. ഈ മാസ്, ലെങ്ത്, ടൈം അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്താൽ അതിൻ്റെ വലിയൊരു റേഞ്ചാണ് നമ്മൾ ഈ ഫിസിക്സിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളതിനകത്ത് ലെങ്ത് എടുക്കുകയാണെങ്കിൽ ദാറ്റ് എക്സ്പ്ലെയിൻ ഫ്രം -10⁻⁻15 മീറ്റർ ടു 10⁻26 മീറ്റർ. ആ റേഞ്ച്, അത്രയും റേഞ്ചിലുള്ള ലെങ്തുകൾ നമ്മൾ ഫിസിക്സിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ 10⁻⁻15 മീറ്റർ എന്ന് പറയുമ്പം ഒരു ന്യൂക്ലിയസിൻ്റെ സൈസാണ്. ന്യൂക്ലിയസിൻ്റെ സൈസ് 10⁻26 മീറ്റർ എന്ന് പറയുമ്പം എൻ്റയർ യൂണിവേഴ്സിൻ്റെ സൈസാണ്. അപ്പോൾ ഒരു ന്യൂക്ലിയസിൻ്റെ സൈസ് മുതൽ ഒരു ന്യൂക്ലിയസ് അത്രയും റേഞ്ചിലുള്ള ലെങ്തുകൾ നമ്മൾ ഫിസിക്സിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദെൻ വാട്ട് അബൌട്ട് ദ ടൈം? 10⁻−22 സെക്കൻഡ്. ആ സെക്കൻഡ് മുതൽ 10⁻18 സെക്കൻഡ്സ് വരെയുള്ള റേഞ്ചിലുള്ള ടൈം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. 10⁻18 സെക്കൻഡ്സ് ടൈമിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ലേ സെക്കൻഡ് എന്ന് പറയുന്നത്. നമുക്കതിനെ കൺവേർട്ട് ചെയ്ത് വലിയ യൂണിറ്റിലേക്ക് മാറ്റാൻ പറ്റുമല്ലോ. നിങ്ങൾ ഈ സെക്കൻഡിനെ, അതായത് ഈ 10⁻18 സെക്കൻഡിനെ ഒന്ന് മിനിറ്റിലേക്കോ അവറിലേക്കോ ഡേയിലേക്കോ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ച് നോക്കിയേ, എത്ര കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയേ. 10⁻28 സെക്കൻഡ് എന്ന് വെച്ചാൽ എത്ര മിനിറ്റാണ്, അല്ലെ എത്ര സെക്കൻഡാണ്, എത്ര മണിക്കൂറാണ്, പോട്ടെ എത്ര ദിവസമാണ്, എത്ര വർഷമാണ്, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് എത്ര കിട്ടുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. 10⁻18 സെക്കൻഡ് എത്ര വർഷമാണ്, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ വാട്ട് അബൌട്ട് മാസ്? വി ഡിസ്കസ് എ വൈഡ് റേഞ്ച് ഇൻ മാസ് സ്റ്റാർട്ടിങ് ഫ്രം 10⁻−30 കിലോഗ്രാം. 10⁻−30 കിലോഗ്രാം, അതാണ് നമ്മൾ ഏറ്റവും ചെറിയ മാസ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഏതിൻ്റെ മാസിനകത്ത് വരുമെന്ന് അറിയോ? മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് നിയർലി ടു ദാറ്റ് വാല്യൂ. 10⁻−30 കിലോമീറ്റർ ടു 10⁻15 കിലോഗ്രാം വരെയുള്ള വേരിയസ് റേഞ്ച് മാസസ് നമ്മൾ ഫിസിക്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ആ റേഞ്ചായിട്ട് പറയുന്നത്. 10⁻15 കിലോഗ്രാം. 10⁻15 കിലോഗ്രാം മാസ് എന്ന് പറഞ്ഞാൽ എൻ്റയർ യൂണിവേഴ്സിൻ്റെ മാസാണ്. വെച്ചാൽ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് മുതൽ എൻ്റയർ യൂണിവേഴ്സിൻ്റെ മാസ് വരെ നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ എക്സാക്റ്റ് ടൈറ്റിൽ എന്തായിരുന്നു? സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ് എന്നായിരുന്നു. സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ്. എന്താണ് ഫിസിക്സിൻ്റെ എക്സൈറ്റ്മെൻറ്റ്?
നമുക്ക് സിമ്പിളായിട്ട് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ക്യാരിങ് ഔട്ട് ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെൻറ്റ്, ദാറ്റ്സ് വൺ ഓഫ് ദി എക്സൈറ്റ്മെൻറ്റ് ഇൻ ഫിസിക്സ്. നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് നടത്താം. ദാറ്റ്സ് വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് പാരാമീറ്റേഴ്സ് റിലേറ്റഡ് ടു ദ ഫിസിക്സ്. ദെൻ വാട്ട്സ് ദ സെക്കൻഡ്, ഡിസ്കവറിങ് ദി സീക്രട്സ് ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ പല സീക്രട്സും കണ്ടുപിടിക്കാം. ഒളിഞ്ഞിരിക്കുന്ന പല ഫിസിക്കൽ പ്രോപ്പർട്ടി, നാച്ചുറൽ പ്രോപ്പർട്ടീസും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ടെറസ്ട്രിയൽ ആണെങ്കിലും അല്ലെങ്കിൽ അതെന്താണ് ആസ്ട്രോണമിക്കലാണെങ്കിലും എല്ലാ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് ഫിസിക്സിലൂടെ കണ്ടെത്താനാവും. That's another excitement of physics. Another excitement of physics is called applying the law of physics for practical purpose. പ്രാക്ടിക്കൽ പർപ്പസിൽ നമുക്ക് ലോ ഓഫ് ഫിസിക്സ് യൂസ് ചെയ്യാം. അത് ഫിസിക്സിൽ ഫോർമുലേറ്റ് ചെയ്ത ലോസ് അത് നമുക്ക് വെച്ച് പ്രാക്ടിക്കൽ ഡിവൈസസ് ഉണ്ടാക്കാം. ഇപ്പം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, EMI, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ലോയാണ്, ഫിസിക്സിലെ ലോയാണ് EMI, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ലോ അത് ഡിറൈവ് ചെയ്തപ്പം ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഡിറൈവ് ചെയ്തപ്പം. ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനോട് ഡിറൈവ് ചെയ്യുമ്പോൾ ആ ഒരു ലോ ഡിറൈവ് ചെയ്യുമ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ഇയറിൽ പഠിക്കും. എന്താണ് അതുകൊണ്ട് ഉപയോഗം? ആളുടെ കൺക്ലൂഷൻ ഇതായിരുന്നു, നമ്മളൊരു കൊച്ചിന് ജന്മം കൊടുത്തു, ഇനി അതിനെ എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാം. നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു, അതിനെ ഇനി എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാം. അപ്പോൾ ഒരു സിമ്പിൾ ലോയാണ്, സ്റ്റേറ്റ്മെൻറ്റാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഒരു സിമ്പിൾ ലോ, ഫാരഡേയുടെ ലോ. ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ പല കാര്യങ്ങളും കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഇലക്ട്രിക് മോട്ടറാന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇലക്ട്രിക് ജനറേറ്ററാന്ന് പറഞ്ഞാലും നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രിക്കൽ ഡിവൈസസും ഈ ഒരു ലോയിൽ നിന്ന് ഫോർമുലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ ഫിസിക്സിൽ നമ്മൾ എപ്പോഴാണോ ഒരു തിയറം കണ്ടുപിടിക്കുന്നത്, ഒരു ചെറിയൊരു ലോ കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉടനെ തന്നെ നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. ഇപ്പോൾ ആറ്റോമിക് തിയറിയെക്കുറിച്ച് പഠിച്ചു, ആറ്റം ബോംബ് ഉണ്ടാക്കി, ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കി, രണ്ട് സൈഡും പറയണം. ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കി, അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, ആറ്റം ബോംബ് ഉണ്ടാക്കി തന്നെ നെഗറ്റീവ് സൈഡാണ് അല്ലേ? അതായത് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള ഈ പ്രാക്ടിക്കൽ, അതായത് ഒരു ലോ നമ്മൾ പഠിക്കുക, ഒരു ലോ കണ്ടുപിടിക്കുക, അതിനെ വെച്ചിട്ട് പ്രാക്ടിക്കൽ പർപ്പസസ് ഉണ്ടാക്കിയെടുക്കുക. പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി നമുക്ക് വേണ്ടുന്ന നമ്മുടെ സറൗണ്ടിങ്സ് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റിയെടുക്കുക. ഇതൊക്കെയാണ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത്. എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ്. നെക്സ്റ്റ് we need to discuss the topic physics, technology and society. So simply we can describe what is the relation connecting physics and technology. Simply we can say that sometimes physics conclude from a technology, sometimes technology conclude from physics. That's the relation connecting physics and technology. Sometimes the property in physics, the laws of physics, that is concluded from technology. That means technology comes first, then physics. Otherwise, we can say that some technologies are followed by physics. So physics comes first and technology followed by it. They are interrelated. Physics and technology, they are interrelated. Say, for example, heat engine is a technology. ആ ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത് നമ്മളൊരു 1700 സെഞ്ച്വറിയിൽ 1700 യൂസ് ചെയ്തിരുന്നതാണ്. അതിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി, അതിൻ്റെ വർക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഫിസിക്സ് ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ്. ഇത് 19th സെഞ്ച്വറിയിലാണ് ഡെവലപ്പ് ചെയ്ത തെർമോഡൈനാമിക്സ്. പക്ഷേ തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്താണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഹീറ്റ് എഞ്ചിൻ നമ്മൾ 1700 കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അവിടെ ആരാ ആദ്യം വന്നേ? ടെക്നോളജി. ഒരു ടെക്നോളജി വന്ന് ആ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്സിൽ ലോ വന്നു. ദാറ്റ്സ് എ വൺ റിലേഷൻ. ടെക്നോളജി കം ഫസ്റ്റ്, ഫോളോ ബൈ ദ ടെക്നോളജി ഫിസിക്സ് കംസ്. ദ സെക്കൻഡ് കേസ്, ഫസ്റ്റ് ഫിസിക്സ് കംസ് ആൻഡ് ദ ടെക്നോളജി അറൈസസ് ഫ്രം ദാറ്റ് concept of physics. For example, wireless technology. That is followed by the basic law formulated law of electricity and magnetism. ആക്ച്വലി ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ്, മാഗ്നറ്റിസം എന്ന് പറയുന്നത് വേറൊരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ്. ഇവർ രണ്ടുപേരെയും കൂടെ ഫോർമുലേറ്റ് ചെയ്ത് ലോസ് ഡെവലപ്പ് ചെയ്തു.
ആ ഡെവലപ്പ് ചെയ്ത ലോയെ ഫോളോ ചെയ്ത് വന്ന ടെക്നോളജിയാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇവരെ നമ്മുടെ ഈ ബേസിക് ലോ ഓഫ്, അതായത് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം കൂടെ യൂണിഫൈ ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത ലോയിൽ നിന്നാണ് ഈ വയർലെസ് ടെക്നോളജി ഉണ്ടായത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് വി ഹാവ് ഫിസിക്സ്, ദെൻ ഫ്രം ദാറ്റ് ഫിസിക്സ് കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തു. അതുപോലെ സിലിക്കൺ ചിപ്പ്, അതായത് ട്രാൻസിസ്റ്റർ റെസിസ്റ്റർ ഒക്കെ വെച്ചുള്ള സിലിക്കൺ ചിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതിൽ നിന്നാണ് കമ്പ്യൂട്ടർ റെവല്യൂഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വേൾഡ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ആ ഒരു റെവല്യൂഷൻ നമുക്ക് കിട്ടിയത് ഈ സിലിക്കൺ ചിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ദാറ്റ്സ് എ റിലേഷൻ കണക്റ്റിംഗ് ഫിസിക്കൽ ടെക്നോളജി, ഫിസിക്സ് ആൻഡ് ടെക്നോളജി. Sometimes physics results from technology and sometimes technology results from physics. They are interrelated, they are interconnected.